മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേ ദിവസം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിൻ്റെ കേന്ദ്ര ആസ്ഥാനമായ തൃശ്ശൂര് കേച്ചേരിക്കടുത്ത് മഴുവഞ്ചേരി നാഷണൽ ഹെറിറ്റേജ് സെന്ററിലായിരുന്നു. അവിടെ ലഭ്യമായ ഫെസിലിറ്റീസ് എല്ലാം ഉപയോഗിച്ച് കുറേ ഓഡിയോ സ്പീച്ചസും അവിടെ ഇരുന്നു കൊണ്ട് കുറേ വീഡിയോ സ്പീച്ചസും അപ്ലോഡ് ചെയ്യേണ്ടായി. ചിലർ ചോദിക്കുകയുണ്ടായി, പഴയ റെക്കോർഡിംഗ് സിസ്റ്റം എല്ലാം മാറ്റിയോ എന്ന്. റെക്കോർഡിംഗ് സിസ്റ്റം എല്ലാം തൃശ്ശൂര് മഴുവഞ്ചേരിയിൽ കൊണ്ടുപോയി സ്ഥാപിച്ച് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവിടെ ലഭ്യമായ ഫെസിലിറ്റീസ് ഉപയോഗിച്ചിട്ടായിരുന്നു കുറേ അപ്ലോഡിംഗ് നടത്തിയത്. തിരിച്ച് തിരുവനന്തപുരത്ത് വരുമ്പോൾ യഥാവിധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അറിയും എന്നുള്ളത് കൊണ്ടാണ് ഇതേപോലെ ലഭ്യമായ ഫെസിലിറ്റികൾ ലഭ്യമായ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ ഓരോ മെസ്സേജസും അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് 2 പ്രാവശ്യമായിട്ട് ഈ പുരാണങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ അരമണിക്കൂർ വീതം മെസ്സേജ് കൊടുത്തിരുന്നു. നമ്മുടെ പുരാണങ്ങൾ സനാതന ധർമ്മത്തിലെ പുരാണങ്ങൾ, ഹിന്ദു മതത്തിലെ പുരാണങ്ങൾ മറ്റ് മതഗ്രന്ഥങ്ങൾ പോലെയല്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ പ്രധാന സത്ത എന്ന് പറയുന്നത് ഓരോ അധ്യായത്തിലും സമഗ്രമായ ജീവിത ദർശനം നൽകുന്ന ഒരു കഥയും കഥയ്ക്കകത്ത് സന്ദേശവും കൂടാതെ കഥയ്ക്കകത്ത് നന്മ തിന്മകളുടെ വിവരണവും കൂടാതെ കഥയ്ക്കകത്ത് ഉപദേശങ്ങളും ഉണ്ടാവും. നമ്മളൊരു സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ സിനിമയ്ക്കകത്ത് പല ഡയലോഗുകൾ ഉണ്ടാവും. വെറും ഒരു കഥ മാത്രമല്ല, ആ സിനിമയ്ക്കകത്ത് പല അനുഭവങ്ങളും വിവരിക്കുന്നുണ്ടാവും. ഒരാളെ കാണുമ്പോൾ മറ്റേ ആള് നമ്മൾ ചെറുപ്പകാലത്ത് ഇവിടെ കളിച്ചു വളർന്നതാണല്ലേ ഒരു വരി പറയുമ്പോൾ ആ ചെറുപ്പകാലത്തെ ഒത്തിരി അനുഭവങ്ങൾ ആ ഒരൊറ്റ വരിയിലൂടെ പ്രതിഫലിക്കുന്നത് പോലെ പുരാണ കഥകള്, ആ കഥകൾക്കകത്ത അനുഭവങ്ങള്, ആ അനുഭവങ്ങളിൽ പരസ്പരം കൊടുക്കുന്ന ഉപദേശങ്ങൾ, ഇത് മറ്റൊരു കഥകളിലും കാണില്ല. ഇപ്പോൾ പുരാണ കഥകൾ എന്ന് പറയുന്നത് വെറും കഥകളല്ല. ഹിരണ്യകശിപുവിന്റെ കഥ പറയുമ്പോൾ തൂണു പളർന്ന ഹിരണ്യകശിപുവിനെ വധിക്കാൻ നരസിംഹം വന്ന് ഹിരണ്യകശിപുവിനെ വധിച്ചു എന്നുള്ളതോടുകൂടി കഥ തീരുന്നില്ല. ആ നരസിംഹമൂർത്തി, മഹാവിഷ്ണുവിന്റെ അവതാരമായ നരസിംഹമൂർത്തി പ്രഹ്ലാദനെ മടിയിലിരുത്തിയിട്ട് അനവധി ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ അർജുനന് നൽകിയ ഉപദേശം പോലെ, വസിഷ്ഠ മഹർഷി യോഗവാസിഷ്ഠത്തിലൂടെ ശ്രീരാമന് നൽകിയ ഉപദേശം പോലെ, ശ്രീകൃഷ്ണൻ ഭാഗവതത്തില് ഉദ്ധവന് നൽകിയ ഉപദേശം പോലെ ഒരു കഥയ്ക്കകത്ത് ഉപദേശങ്ങൾ അനവധിയുണ്ട് എന്നുള്ളതാണ് പുരാണ കഥകളുടെ പ്രത്യേകത. ധാരാളം ഉപദേശങ്ങളുണ്ട്. ഒരു ജീവിതത്തെ ധന്യമാക്കാനുള്ള ധർമ്മശാസ്ത്രവും കൂടിയാണ് പുരാണങ്ങൾ. വേദത്തില് സത്യം വദ എന്നൊരു ഉപദേശം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഉപദേശം ഹരിശ്ചന്ദ്രന്റെ കഥയിലൂടെ എങ്ങനെയാണ് സത്യം വധ എന്നുള്ളത്
പ്രാവർത്തികമാക്കിയിരിക്കുന്നത് എന്ന് കാണിച്ചു തരാനാണ് പുരാണങ്ങൾ. പുരാണങ്ങൾ വെറും മിത്തോളജികളല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുരാണങ്ങളിലെ ഋഷിവര്യന്മാരുടെ കഥകളുണ്ട്. ആ കഥകൾക്കകത്തൊരു ജീവിതാനുഭവമുണ്ട്. ആ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്ന വ്യക്തികൾ തമ്മിൽ കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്. ഇതാണ് ഇപ്പൊ കഥകള് ഒരു പഴത്തിന്റെ തൊലി മാതിരിയാണ്. പഴം എന്ന് പറയുന്നതാണ് ശരിക്കും നമുക്ക് അതിൽ നിന്ന് എടുക്കാനുള്ളത്. അത് ആ കഥയിൽ നിന്നെടുക്കേണ്ട സന്ദേശം, ആ കഥയ്ക്കകത്തെ കഥാപാത്രങ്ങളുടെ ജീവിതാനുഭവങ്ങള്, ആ കഥയ്ക്കകത്ത് കഥാപാത്രങ്ങൾ തമ്മിൽ കൊടുക്കുന്ന ഉപദേശങ്ങൾ, ഇങ്ങനെ 3 കാര്യമാണ് ഓരോ പുരാണ കഥയ്ക്കകത്തുമുള്ളത്. ഒരേ പുരാണ കഥ തന്നെ പല പുരാണങ്ങളിലും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഏതാ വിശ്വസിക്കേണ്ടത്? നമ്മൾ കഥ വിശ്വസിക്കേണ്ട ആവശ്യമേ ഇല്ല. എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്താ? നമുക്ക് ഒരു പ്രശ്നമില്ല. മറിച്ച് ആ കഥയിൽ നിന്ന് എടുക്കേണ്ട സന്ദേശം, അതെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കഥയിലെ കഥാപാത്രങ്ങൾ ജീവിച്ച രീതിയിൽ നിന്ന് എടുക്കേണ്ട സന്ദേശം, അതെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം? അതുപോലെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഉപദേശങ്ങൾ അത് ജീവിതത്തിൽ പ്രകർത്താനുള്ള ഉപദേശങ്ങളാണെങ്കിൽ അത് എങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇപ്പോ മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന് പലതരത്തിലുള്ള സിനിമകൾ അഭിനയിക്കുന്നുണ്ട്. അതിൽ ചില സിനിമയില് ഈ ഹീറോയോ ഹീറോയിനോ വില്ലനോ ഒക്കെ മരിക്കുന്നുണ്ട്. അടുത്ത സിനിമയിൽ ഇവരെ എല്ലാവരെയും വീണ്ടും കാണുകയും ചെയ്യാം. നമ്മൾ ചോദിക്കാറില്ലല്ലോ, ഹീറോ മരിച്ചു മറ്റേ സിനിമയിൽ, പിന്നെ എങ്ങനെ ഇയാൾ ഈ സിനിമയിൽ വീണ്ടും വന്നു? അതൊരു കഥയാണ്. അല്ലെങ്കിൽ ആ സിനിമയിൽ മോഹൻലാലും മമ്മൂട്ടിയും ശത്രുക്കളായിരുന്നു, അല്ലെങ്കിൽ മോഹൻലാലും വേറെ മണിയമ്പിള്ള രാജുവും ശത്രുക്കളായിരുന്നു. ഇതിലത് ജ്യേഷ്ഠാനുജന്മാരാണ്. ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് നമ്മൾ ചോദിക്കാറില്ലല്ലോ. എന്താ കാരണം? അത് കഥയാണ്. ഇപ്പൊ കഥയിൽ നിന്ന് നമുക്ക് ഒരു സന്ദേശം എടുക്കാനുണ്ട്. അത് കഥയുടെ സന്ദേശം. 2 കഥാപാത്രങ്ങൾ തമ്മിൽ ജീവിച്ച് കാണിച്ചു തരുന്ന ജീവിതാനുഭവം അതിനകത്തുണ്ട് പുരാണ കഥകളില്. അതും കൂടാതെ കഥാപാത്രങ്ങൾ തമ്മിൽ കൊടുക്കുന്ന ഉപദേശങ്ങൾ അതിനകത്തുണ്ട്. ഇങ്ങനെ ഒരു പുരാണ കഥയില് നമുക്ക് 3 കാര്യങ്ങളാണ് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് എടുക്കാനുള്ളത്. അതിനകത്ത് അന്ധവിശ്വാസമോ ദുരാചാരമോ ഉണ്ടെന്ന് ചിലർക്ക് തോന്നുകയാണെങ്കിൽ പലപ്പോഴും അന്ധവിശ്വാസം അതിനകത്ത് ഉണ്ടാവാം. പക്ഷേ ആ അന്ധവിശ്വാസം പുരാണം എഴുതിയ കാലത്ത് അത് ആവശ്യമായിരുന്നു. ഉദാഹരണമായിട്ട് അസാധാരണമാം വിധത്തില് വികൃതിയായ കുട്ടികളെ നിയന്ത്രിക്കാൻ ചിലപ്പോ ചില ഭയപ്പെടുത്തലുകൾ പണ്ട് പതിവുണ്ട്. ഇപ്പോഴും അത് പതിവുണ്ട്. പത്രമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടില്ലേ? നിങ്ങൾ മദ്യം തലശ്ശേരിയിലെ മാഹിയിൽ നിന്ന് കണ്ണൂരിലേക്കോ കോഴിക്കോടേക്കോ കടത്തിയാല് 2 വർഷത്തെ തടവ് ഉൾപ്പെടെ 50,000 രൂപ പിഴയും അടക്കേണ്ടി വരും. അത് ഭയപ്പെടുത്തലല്ലേ? അത് ഭയപ്പെടുത്തലാണ്. പോലീസ് പിടിച്ചുകൊണ്ടുപോകും. ഭയപ്പെടുത്തലല്ലേ? അത് ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കും. ഭയപ്പെടുത്തലല്ലേ? അത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാർ പോലീസിനെ വിളിച്ചറിയിക്കും. ഭയപ്പെടുത്തലല്ലേ? അത് ഭൗതിക ഭയപ്പെടുത്തല്. പുരാണങ്ങളിൽ പലപ്പോഴും ഭൗതിക ഭയപ്പെടുത്തലിനേക്കാൾ ഉപരി ആത്മീയ ഭയപ്പെടുത്തലുകളുണ്ട്. അത് അന്ധവിശ്വാസമാണ് എന്ന് തോന്നുമെങ്കിലും ഞാൻ പണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടില് 55-60 അടി ഡയമീറ്ററുള്ള വലിയൊരു ആ കുളത്തിൽ ഞങ്ങൾ 5 ബ്രദേഴ്സും വളരെ അധികം സമയം നീന്തി തുടിച്ച് കളിക്കുമായിരുന്നു. അമ്മ പതുക്കെ ഞങ്ങളോട് സൂചിപ്പിക്കും, കുളത്തില്
കളിക്കുമ്പോഴും കുളിക്കുമ്പോഴും വെള്ളത്തിലെങ്ങാനും മൂത്രമൊഴിച്ചാല് നമ്മൾ മരിച്ചതിന് ശേഷം യമധർമ്മരാജാവ് ചോദിക്കും, നീ കുളത്തിൽ വെള്ളത്തിൽ മൂത്രമൊഴിച്ചോ? ഇപ്പം മൂത്രമൊഴിച്ചു എന്ന് യമധർമ്മരാജാവ് അറിഞ്ഞാല് ഒരു പുളിയുടെ ഇലയെടുത്ത് 4ആയിട്ട് മുറിച്ച് അതിനെ ഒരു കുമ്പിളാക്കിയിട്ട് ആ കുമ്പിള് കൊണ്ട് ഇത്രയും വെള്ളം തേവി കളയാൻ പറയും എന്ന് ചെറുപ്പത്തിൽ പറഞ്ഞ് അത്രേ അമ്മ പറയുള്ളൂ. ഒരു കുമ്പിള് തേവിക്കളയാൻ പറയുന്ന ഭയം കൊണ്ട് എങ്ങനെ മൂത്രമൊഴിക്കണം, വെള്ളത്തിൽ കളിക്കുമ്പോൾ മൂത്രമൊഴിക്കണം തോന്നിയാലും പുറത്തേക്ക് വന്ന് ബാത്റൂമിൽ പോയിട്ട് മൂത്രമൊഴിച്ചിട്ട് വീണ്ടും ആരെന്തെല്ലാം അന്ധവിശ്വാസമുണ്ടെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള നിയന്ത്രണത്തിനുള്ള നിർദ്ദേശമുണ്ട്. അതാണ് ആ കഥയിലെ പ്രത്യേകത. ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് എടുക്കേണ്ടത്. ഇപ്പൊ പുരാണ കഥകളെല്ലാം ചേർത്ത് ചരിത്രമാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് അതിലെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോയി കഴിഞ്ഞാല് പലപ്പോഴും ഉത്തരം കൊടുക്കേണ്ട ആവശ്യം വരില്ല. അത് കഥയാണെന്ന് ആദ്യം മനസ്സിലാക്കാം. ആമയും മുയലും തമ്മിലുള്ള കഥ പറയുമ്പോൾ ഇത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് നടന്നത്, ആമയും മുയലും തമ്മിൽ ഏത് ഭാഷയിലാണ് സംസാരിച്ചത്, ആമയാണ് ജയിച്ചത് എന്നുള്ളതിന് എന്താ തെളിവ്, ആമയ്ക്ക് കിട്ടിയത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് എന്താ പ്രസക്തി? അപ്പൊ അവിടേക്ക് ആ കഥയിൽ നിന്ന് ഒരു വലിയ സന്ദേശമുണ്ട്. ഇത്രയേ ഉള്ളൂ. അമിതമായ ആത്മവിശ്വാസത്തോടു കൂടി പോയ മുയല് ആത്മവിശ്വാസം പരിധി കടന്നപ്പോൾ വഴിയിൽ കിടന്നുറങ്ങി. സാധാരണഗതിയിൽ മാത്രം സഞ്ചരിക്കാൻ സാധിക്കുന്ന ആമ ജയിച്ചു. ഇതാണ് അതിൻ്റെ സന്ദേശം. അപ്പോൾ നമുക്ക് ആർക്കും അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടാവാൻ പാടില്ല, അമിതമായിട്ടുള്ളത് ഉണ്ടാവാൻ പാടില്ല. ഇത് തന്നെയാണ് പുരാണ കഥകളില്. ഇവിടെ ആമയും മുയലും തമ്മിലുള്ള കഥ പറഞ്ഞു തീർന്നു. പക്ഷേ ആ ആമ മുയലിനെ പിന്നീട് ഉപദേശിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ കഥയോടുകൂടി കഥ തീരുന്നില്ല, ഉപദേശത്തോടു കൂടിയാണ് കഥയിൽ നിന്ന് ജീവിത സന്ദേശങ്ങൾ വേറൊരു രീതിയിലുള്ളത് നമുക്കെടുക്കാനായിട്ട് നൽകുന്നത്. അപ്പോ ഈ പുരാണ കഥകള് യഥാർത്ഥത്തിൽ ബൈബിളിലെ കഥകൾ പോലെയല്ല. ബൈബിളിലെ കഥകൾ എന്ന് പറയുന്നത് യഹോവ ഇന്ന സ്ഥലത്ത് ഒരാളുടെ ശരീരത്തിൽ കയറി ഇങ്ങനെയെല്ലാം പറഞ്ഞു. ദൈവം ശരീരത്തിൽ കയറുമ്പോൾ ഈ ഹിന്ദുക്കളുടെ ഒരു ആചാരം, ഭജന പാടുമ്പോ അതിൽ പ്രായമായ ഒരാള് 3/4 ഭാഗം ഭജന കഴിയുമ്പോൾ അയാൾ ഇങ്ങനെ വറങ്ങലിച്ച് തുള്ളാൻ തുടങ്ങി. അപ്പൊ ചുറ്റുമുള്ളവർ ഭയങ്കരമായിട്ട് ഭജന പാടും. അപ്പൊ അവിടെയുള്ളവർ പറയും ഈശ്വരൻ അയാളുടെ മേത്ത് കയറിയെന്ന്. എന്തൊരു പമ്പര വിഡിത്ത! ഈശ്വരന് ആരുടെയെങ്കിലും ശരീരത്തിൽ കയറാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇയാൾ ഈശ്വരൻ കയറി, ഇയാൾക്ക് സൈക്കോളജിക്കലി എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് ഈ വറയ്ക്കുന്നത്. അല്ലാതെ ഈശ്വരൻ ആരുടെയും ശരീരത്തിലൊന്നും കയറില്ല. അത് സത്യമാണത്. അതേപോലെയാണ് ഈശ്വരൻ അയാളുടെ ശരീരത്തിൽ കയറി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞ് ബൈബിളിലെ പഴയ നിയമത്തില് തുടക്കം മുതൽ അവസാനം വരെ പമ്പര വിഡ്ഢിത്തങ്ങളാണുള്ളത്. അങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങൾ ചിലത് പുരാണങ്ങളിലും ഉണ്ട്. പക്ഷെ ഇവിടെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇത് കഥയാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെ സത്യവേദ പുസ്തകം എന്നാ പറയുക, അത് യഥാർത്ഥമാണെന്നാ പറയുക. അവിടെയാണ് വേറെ അബദ്ധം സംഭവിക്കുന്നത്. ഇതിഹാസമോ ചരിത്രമോ യാഥാർത്ഥ്യമോ കഥകളിൽ നിന്ന് വേറെയാണ്. കഥകൾ മാത്രമാണ്, അത് സംഭവിച്ചിട്ടില്ലാത്തതാണ്. ചരിത്രത്തിന്റെ അംശങ്ങൾ ചിലപ്പോൾ തൊട്ടിട്ടുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ബൈബിളിലും ഖുറാനിലും അതെല്ലാം സംഭവിച്ചതാണ് എന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് അതിനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ സംഭവിച്ചതാണെന്ന് പറയുന്നതോടുകൂടി കഥ എന്ന വാക്ക് മാറി. അത് ചരിത്ര കഥ എന്ന് പോലും പറയാൻ പറ്റില്ല. അത് ചരിത്രമാണ്. സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചരിത്രമാണ്. അത് കഥയാണ് എന്ന് എടുത്തെടുത്ത് പറയുന്നതിന് കാരണം അത് ചരിത്രമല്ല. കഥായി മാസ്തേ കഥിതാമഹീയസാം.
വിദായ ലോകേഷു യശപ്പരേയുഷാം എന്ന് പറഞ്ഞിട്ടാണ് ശ്രീശുക ബ്രഹ്മർഷി ഭാഗവത കഥയെക്കുറിച്ചുള്ള വിവരണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിവരിക്കുന്നത്. ഇത് കഥയാണ്, അത് ചരിത്രമാക്കി എടുക്കല്ലേ. ചരിത്രാംശങ്ങൾ അതിനകത്ത് ഉണ്ടാവാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ധാരാളം സിനിമാ കഥകൾ ചരിത്രത്തിന്റെ അംശവും കൂടി ചേർത്തതുണ്ട്. അതേപോലെ ചരിത്രത്തിന്റെ അംശങ്ങൾ ചേർന്നിട്ടുണ്ടാവും. കഥകൾ മാത്രമാണ്. അങ്ങനെ വേണം കഥകളിൽ നിന്ന് കഥകളുടേതായിട്ടുള്ള ഫസ്റ്റ് ഹാൻഡ് മെസ്സേജ് എടുക്കാൻ. പിന്നെ കഥകൾക്കകത്തുള്ള കഥാപാത്രങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് സന്ദേശമെടുക്കാൻ. പിന്നെ കഥാപാത്രങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഉപദേശങ്ങളുണ്ട്. ഈ പുരാണ കഥകള് പോലെയുള്ള കഥകൾ പുരാണങ്ങളിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിലും ഇല്ല. ഇപ്പൊ മണിച്ചിത്രത്താഴ് എന്ന സിനിമ എടുത്താല് അതിൽ 1, 2, 3 വരി സൈക്യാട്രിസ്റ്റ് ആയിട്ടുള്ള മോഹൻലാല് ഈ സുരേഷ് ഗോപിയോട് പറയുന്നുണ്ട്. നമ്മളുടെ ഉപബോധ മനസ്സിൽ എന്തെല്ലാം സംഭവിക്കും എന്നുള്ളത് വളരെ ഭംഗിയായിട്ട്, നീ പോലും അറിയാതെ നിന്റെ ഉറക്കത്തിന്റെ താഴ്ച അറക്കാൻ നിന്റെ ഭാര്യയ്ക്ക് സാധിക്കും. അവൾക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഉപബോധ മനസ്സിൽ അവൾ പോലും അറിയാതെ അവള് മറ്റൊരു വ്യക്തിയായി മാറും. ഒരു തെറ്റുമില്ലാതെ തമിഴ് സംസാരിക്കും. നൃത്തമറിയാത്ത വ്യക്തി നൃത്തമാടും. ഇങ്ങനെയുള്ളതെല്ലാം വിവരണമാണ്. ഒരു കഥയിലൂടെ നമുക്ക് തരുന്ന ഒരു വലിയ ഉപദേശാന്തർഗതമായ വിവരണം. അതാണ് മണിച്ചിത്രത്താഴിലെ വിജയവും പ്രത്യേകതയും. അവിടെ അങ്ങനെ സുരേഷ് ഗോപിക്ക് ശോഭന എന്നൊരു ഭാര്യ ഉണ്ടായിട്ടില്ല. തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ ഇത് മുഴുവനും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഹിൽ പാലസ് ഇതുപോലെ മണിച്ചിത്രത്താഴ് അവർ താമസിക്കുന്ന വീടായിരുന്നില്ല. അത് താമസിക്കാൻ വീടായിട്ട് കൊടുക്കാറുമില്ല. അത് ഹിൽ പാലസ് മ്യൂസിയമാണ്. അവിടെ വന്നു പോകുന്ന പലരും അതൊക്കെ കഥാപാത്രങ്ങളാണ്, ടെമ്പററിയാണ്. അവിടെ ഒന്നും ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. കാരണം അത് കഥ മാത്രമാണ്. പക്ഷെ കഥയ്ക്കകത്ത് അവിടെ സുരേഷ് ഗോപിയും ശോഭനയും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നൊരു ജീവിത കഥയുണ്ട്. നമ്മൾ മറ്റു പലരെയും തെറ്റിദ്ധരിച്ച് അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ധരിക്കുമ്പോൾ പ്രശ്നം മറ്റുള്ളവരിലല്ല, നമ്മളിൽ തന്നെയാണ് പ്രശ്നം എന്ന വലിയൊരു സന്ദേശം ആ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്കുകൾ ആവർത്തിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന വിവരണങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉണ്ട്. അതാണ് നമ്മുടെ യഥാർത്ഥ കഥയുടെ വിജയം പുരാണത്തെ സംബന്ധിച്ചിടത്തോളം. ആ പുരാണത്തില് മരിച്ച ആളെ ജീവിപ്പിച്ചു, അയാൾക്ക് സ്വർഗം കൊടുത്തു, അയാൾ വൈകുണ്ഠത്തിലേക്ക് പോയി. ഇതെല്ലാം അത് റിയലിസ്റ്റിക് അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ച് നടന്നാൽ എടുക്കേണ്ടത് നമുക്ക് എടുക്കാൻ പറ്റാതെ പോകും. ശരിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇടത്തോട്ടും വലത്തോട്ടും നോക്കിപ്പോയാൽ ചിലപ്പോൾ മുമ്പിലുള്ള വണ്ടി ചെന്ന് നമ്മുടെ വണ്ടി ഇടിക്കുന്നു പറഞ്ഞ മാതിരി ആ കഥയിൽ കേൾക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും സ്വീകരിക്കേണ്ടതും എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാതെ മുമ്പോട്ട് പോയാൽ ആ പുരാണ കഥ കേട്ടത് കൊണ്ടോ വായിച്ചത് കൊണ്ടോ പ്രയോജനമില്ലാതെ വരും. അതുകൊണ്ട് പുരാണ കഥകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് ചരിത്രപരമായിട്ടുള്ള വസ്തുതകളായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അല്പം ചരിത്രത്തിന്റെ ഭാഗം അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് വായിക്കാനും വായിപ്പിക്കാനും വേണ്ടിയാണ് പുരാണ കഥകളിൽ യഥാർത്ഥത്തിൽ ഭക്തി കൂടുതൽ ചേർക്കുന്നത്. ശരിക്കും അച്ഛനെയും അമ്മയെയും ശുശ്രൂഷിക്കുമ്പോൾ ലോകത്തിൽ മറ്റൊരാളെ ശുശ്രൂഷിക്കുന്ന മാതിരി അല്ലല്ലോ നമ്മൾ ശുശ്രൂഷിക്കുക. അതിന് കാരണം എന്താ? അച്ഛനാണ് അമ്മയാണെന്നൊരു ഭക്തി നമ്മുടെ മനസ്സിലുണ്ട്. ആ ഭക്തിയാണ് എല്ലാത്തിനോടും ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും കൂടി ചേർന്നതിനെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുക. ഇവിടെ ഗോഡ് ഫിയറിംഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം മുഴുവനും മാറി. അപ്പൊ ബൈബിളില് അല്ലെങ്കിൽ ഖുറാനില് ഒരു കുരുവി വന്ന്, പക്ഷി വന്ന്, ഒരു പന്നി വന്ന്, ഒരു പല്ലി വന്ന് മുഹമ്മദ് നബിയോട് പറഞ്ഞു എന്ന് പറഞ്ഞാല് അത് ശുദ്ധബദ്ധ. അത് അബദ്ധ എന്ന് പറയാൻ കാരണം ഒരു പല്ലിയും വരില്ല, ഒരു പക്ഷിയും വരില്ല, ഒരു പട്ടിയും വരില്ല, ഒരു പൂച്ചയും വന്നിട്ട് ഒന്നും പറയില്ല. അത് തന്നെയാണ് നെഹൂം എന്ന് പറയുന്ന ആള്, ലേവിയർ എന്ന് പറയുന്ന അങ്ങനെയുള്ള കുറേ ഭാഗങ്ങളില്, കുറേ ജമേറിയ അവര്
യഹോവയ്ക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ പറയുക. ഒരു മാനസിക രോഗമാണത്. ഈ മണിച്ചിത്രത്താഴില് ശോഭനയ്ക്കുള്ള മാനസിക രോഗം പോലെ ബൈബിള് പഴയ നിയമം മുഴുവനും ചില മാനസിക രോഗികളുടെ എന്താ പറയുക ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളാണ്. അവരുടെ ശരീരത്തിലേക്ക് ദൈവം കയറി എന്ന് പറയണമായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഹനുമാൻ സേവയും ചിലപ്പോൾ അയ്യപ്പൻ പാട്ടുമൊക്കെ നടക്കുമ്പോൾ ചില വ്യക്തികൾ തുള്ളുമ്പോൾ മറ്റുള്ളവർ പറയും അയ്യപ്പൻ അയാളുടെ ശരീരത്തിൽ കയറിയെന്ന്. അയ്യപ്പന് ഇയാളുടെ ശരീരത്തിൽ കയറാൻ ഇയാളും അയ്യപ്പനും തമ്മിൽ എന്തോ ബന്ധമുള്ള മാതിരിയോ അല്ലെങ്കിൽ നേരത്തെ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള മാതിരിയാണ്. അതിലൊന്നും അർത്ഥമില്ല. അത് അന്ധവിശ്വാസം. അന്ധവിശ്വാസത്തിന്റെ അതിനെ അന്ധവിശ്വാസമായിട്ടോ എന്തെടുത്താലും കുഴപ്പമില്ല, അതിനെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം, അതാണ് ദൈവത്തിന്റെ തെളിവ് എന്ന് പറഞ്ഞാൽ അബദ്ധമാണ്. ഒരു വ്യക്തിക്ക് ഏതു തരത്തിലുള്ള വിശ്വാസം വെച്ചു പുലർത്തുകയോ വെച്ചു പുലർത്താതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പുരാണങ്ങളിൽ ഇത്തരത്തിലുള്ള കഥകളുണ്ട്. ആ കഥകളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് തെറ്റായിട്ട് കഥ വായിക്കുന്നവരും വിവരിക്കുന്നവരും ചെയ്യുമ്പോഴാണ് അത് മുഴുവനും അസ്ഥാനത്താവുന്നത്, അതിൻ്റെ പ്രാധാന്യം ഇല്ലാതെയാവുന്നത്. ഇപ്പൊ പുരാണ കഥകൾ വായിക്കുന്നവരും വിവരിക്കുന്നവരും ശരിക്കും പുരാണത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണ്. എന്തെങ്കിലും അറിയുന്ന വ്യക്തികൾക്ക് ഒന്നും അറിയാത്തവരാണ് പലപ്പോഴും പല സ്ഥലത്തും പുരാണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ പുരാണങ്ങൾ വായിച്ച് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വേണ്ടാത്ത കുറേ ദുരാചാരങ്ങളും അതിനകത്ത് ചേർക്കാറുണ്ട്. അപ്പോൾ വീണ്ടും അത് പ്രോബ്ലം ആവും. വേറെ ചിലര് അവനവന് തോന്നിയ രീതിയിലാണ് കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. അത് വേറൊരു തെറ്റായിത്തീരുന്നു. ഏതായാലും പുരാണ കഥകളിൽ നിന്നൊരു സന്ദേശം, കഥാപാത്രങ്ങളുടെ ജീവിതാനുഭവങ്ങൾ, കഥാപാത്രങ്ങൾ തമ്മിൽ കൊടുക്കുന്ന മെസ്സേജസ്